ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡാണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പാർട്ടിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മോഡ്. മോഡ് ഒരു പൊസിഷണൽ ആവറേജ് ആണ്. മോഡിൻ്റെ ഡെഫിനിഷനാണ് ദ ഒബ്സർവേഷൻ ദാറ്റ് ഒക്കർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ ദ ഡാറ്റ ഇസ് കോൾഡ് മോഡ്. ഇൻ അതർ വേർഡ്സ്, ദ ഒബ്സർവേഷൻ വിത്ത് ദ മാക്സിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് മോഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം മോഡ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് വിച്ച് ഈസ് റിപ്പീറ്റഡ് മോർ ഓഫൺ ഓർ മോർ ഫ്രീക്വൻ്റ്ലി. പരമാവധി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ഒബ്സർവേഷനാണ് മോഡ് എന്ന് പറയുന്നത്. ഡാറ്റയിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് മോഡ്. റോ ഡാറ്റയിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മോഡ് ഈസ് ഫൗണ്ട് ബൈ ഒബ്സർവേഷൻ the number of times each value occur id is noted and the value which is repeated maximum number of times in the mode. ഒബ്സർവേഷനിലൂടെയാണ് മോഡ് കണ്ടുപിടിക്കുന്നത്. ഓരോ വാല്യൂവും എത്ര തവണ ഒക്കർ ചെയ്യുന്നു എന്നത് നോട്ട് ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നു. റോ ഡാറ്റയിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് മോഡ് 20, 30, 35, 64, 23, 46, 78, 34, 20, 56. മോഡ് എന്ന് പറയുന്നത് 20 ആണ്. കാരണം എന്താണ്? 20 എന്ന വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. മറ്റു വാല്യൂസ് എല്ലാം ഒരാവർത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഡാറ്റയുടെ മോഡെന്ന് പറയുന്നത് 20 ആണെന്ന് പറയാം. മോഡിൻ്റെ തന്നെ 3 കേസ് ഉണ്ട്. ഫസ്റ്റ് വൺ യൂണി മോഡൽ, സെക്കൻഡ് വൺ ബൈ മോഡൽ ആൻഡ് തേർഡ് വൺ നോ മോഡ്. സോ യൂണി മോഡലിൽ ഒരു മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സീരീസ് ഓഫ് ഡാറ്റയിൽ ഒരു മോഡ് മാത്രമാണ് അതിൽ വരുന്നതെങ്കിൽ നമുക്ക് പറയാം അതൊരു യൂണി മോഡൽ ഡാറ്റ സെറ്റ് ആണെന്ന് പറയാം. ബൈ മോഡൽ എന്ന് പറയുമ്പോൾ 2 മോഡ് ഉണ്ടാവുന്നു. ദാറ്റ് മീൻസ് ഒരു ഡാറ്റ സെറ്റിൽ 2 മോഡ് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു ബൈ മോഡൽ ഡാറ്റ സെറ്റ് ആണെന്ന് പറയാം. ഈ ഒരു സീരീസിൽ നമുക്ക് കാണാം 17ഉം 24ഉം 3 പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ വാല്യൂസും ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കേസ് 2ൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ മോഡ് 17ഉം 24ഉം ആണെന്ന് പറയാം. അടുത്ത കേസാണ് നോ മോഡൽ. ദാറ്റ് മീൻസ് ഒരു ഡാറ്റ സെറ്റിൽ ഒരു മോഡും ഒക്കർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു വാല്യൂവും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ഡാറ്റ സെറ്റിന് മോഡില്ല എന്ന്. അടുത്തത് ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ എങ്ങനെയാണ് മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മോഡ് ഈക്വൽ ടു വാല്യൂ ഓഫ് എക്സ് കറസ്പോണ്ടിങ് ടു ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ എക്സിൻ്റെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 12 എന്ന ഫ്രീക്വൻസി 12 ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആയിട്ടുള്ളത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. സോ നമുക്കറിയാം മോഡ് ഈക്വൽ ടു വാല്യൂ ഓഫ് എക്സ് കറസ്പോണ്ടിങ് ടു ദ ഹയസ്റ്റ് ഫ്രീക്വൻസി 12 ആൻഡ് ദ മോഡ് ഈസ് 8. കണ്ടിന്യൂസ് ഡാറ്റയിൽ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡ് ഈക്വൽ ടു എൽ പ്ലസ് എഫ് നോട്ട് മൈനസ് എഫ് വൺ ബൈ 2 ഇൻറ്റു എഫ് നോട്ട് മൈനസ് എഫ് വൺ മൈനസ് എഫ് ടു ഇൻറ്റു എച്ച്, where f1 is the frequency of the model class, f0 is the frequency of the class preceding the model class, f2 is the frequency of the class succeeding the model class, and h is the class interval of the model class, and l is the lower limit of the model class. ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. നമുക്കറിയാം മോഡൽ ക്ലാസ് ഇസ് ദ ക്ലാസ് കറസ്പോണ്ടിങ് ടു ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഇവിടെ ഒരു ഡാറ്റ ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ ഷീറ്റിൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 44 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്കിൻ്റെ
ക്ലാസ് എന്ന് പറയുന്നത് 40 to 55 ആണ്. സോ F1 എന്ന് പറയുന്നത് 44 ആണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 40 to 55 ആണ്. സോ പ്രിസീഡിങ് ക്ലാസ്, ദാറ്റ് മീൻസ് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ പ്രിസീഡിങ് ആയിട്ടുള്ള ക്ലാസ്, അത് F0 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, അത് 20 ആണ്. ദെൻ സക്സീഡിങ് ക്ലാസ് എന്ന് പറയുന്നത് 26 ആണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് F2 ആണ്. എച്ച് എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഹയസ്റ്റ് ലിമിറ്റ് മൈനസ് ലോവസ്റ്റ് ലിമിറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 55 മൈനസ് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. സോ H ഈക്വൽ ടു 15. ഇനി നമുക്ക് ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഇക്വേഷൻ ആയിട്ടുള്ള L പ്ലസ് F1 മൈനസ് F0 ബൈ 2 ഇൻറ്റു F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H എന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 48.57. സോ മോഡ് ഈക്വൽ ടു 48.57. സോ നമ്മൾ മീഡിയനും മീനും മോഡും പഠിച്ചു. മീഡിയൻ്റെയും മീനിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചെക്കൗട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്നത് ഈ 3 മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 മീൻ. അതാണ് ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡാണ്. മോഡിൻ്റെ റോ ഡാറ്റയിലും ഡിസ്ക്രീറ്റ് ഡാറ്റയിലും കണ്ടിന്യൂസ് ഡാറ്റയിലും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്